നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു കഥ കേട്ടാലോ? ഇത് നോവലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയുന്ന കേട്ടോ. അപ്പൊ കാണാൻ താല്പര്യമുള്ളവരെ കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ അത്താഴത്തിന് മുമ്പ് ആൽബർട്ട് തഞ്ചത്തി സ്റ്റാലിനെ സമീപിച്ചു. എന്നിട്ട് ചോദിച്ചു, ലാലിച്ചായന്റെ കാറിനകത്ത് കുപ്പി വെള്ളം ഇരിപ്പുണ്ടോ? ടിവിയിലേക്ക് നോക്കി സോഫയിൽ ചാരിക്കിടക്കുമായിരുന്നു സ്റ്റാൻലി. മുഖം തിരിച്ചാണിജിനെ നോക്കി. ഇങ്ങനെയൊന്നും ഒരിക്കലും ചോദിച്ചിട്ടുള്ളവനല്ല അവന്. അതെ, കാലിക്കുപ്പി ഉണ്ടോ? അത് മതിയോന്ന് ചോദിച്ചു. മതി, ലാലിച്ചാന്റെ കാലിക്കുപ്പിയിലും എന്തെങ്കിലും കാണും. കാറിന്റെ ചാവി ഇങ്ങോട്ടാ, ഞാൻ ഡിക്കി ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു. സ്റ്റാൻലി ഒന്ന് സംശയിച്ചു. അതിനുശേഷം കാറിന്റെ കീ എടുത്ത് അണിജിന്റെ നേർക്ക് നീട്ടി. അതെ, ഒരു ബിഷോപ്പറില് കുറച്ച് ജമൈക്കൻ റം ഇരിപ്പുണ്ട്, അത് മാത്രമേ എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു. ആൽബർട്ട് ഒന്നും മിണ്ടാതെ കീച്ചേനും വാങ്ങി മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. തിരിച്ചു വന്നപ്പോ അയാളുടെ കയ്യില് റെമി മാർട്ടിന്റെ ഒരു ബോട്ടിലുണ്ടായിരുന്നു. എടാ, നിന്നോട് ആര് പറഞ്ഞടാ അത് എടുക്കാനായിട്ട്? ലാൽച്ചായ മാത്രം കുടിച്ചാൽ മതിയോ? റെമി മാർട്ടിന് വില കൂടിയ മദ്യമൊക്കെ ഞങ്ങള് കുടിച്ചാൽ തൊണ്ടയ്ക്ക് താഴേക്ക് ഇറങ്ങും. മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നല്ലത് കൊടുത്ത് പഠിക്കണം ലാൽച്ചായന്. വേറെ ആർക്കും അല്ലല്ലോ, സ്വന്തം അനുജന്മാർക്കല്ലേന്ന് ചോദിച്ചു. സ്റ്റാൻലി ഒരു നിമിഷം അന്തം വിട്ടു. യുവമാർക്ക് എങ്ങനെ ഇത്ര ധൈര്യം വന്നു? ആശ്ചര്യത്തിലാണ് നോക്കുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇത്രേ സംസാരിക്കാനുള്ള ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല. തന്റെ മകളെ 3-4 ദിവസം ഈ വീട്ടിൽ താമസിപ്പിച്ചു. അതിന്റെ സ്വാതന്ത്ര്യം എങ്ങാനും എടുക്കുന്നതാണോ? അതോ അലീനയാണോ ഇവരെ മാറ്റിയെടുത്തേ? അല്ല, അല്ലെങ്കിൽ ലാലിച്ചായന് നാണമില്ലേ? ലാലിച്ചായൻ കുടിച്ചതിന്റെ ബാക്കി എടുത്ത് കുടിച്ചോളാൻ പറയാന് ഒരു റിട്ടയർഡ് കേണല് ആ പദവിയുടെ അന്തസ്സെങ്കിലും കാണിക്കണം. ഔസേപ്പച്ചൻ അത് പറഞ്ഞിട്ട് അവനെ സ്റ്റാൻലിയെ നോക്കി. അപ്പോഴേക്കും ആൽബർട്ട് കുപ്പിയായിട്ട് അകത്തേക്ക് പോവുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോഴത്തേനും റോബർട്ട് ഒന്ന് സ്റ്റാൻലിയെ വിളിച്ചു. അതെ, ലാലിച്ചായ മുളകിട്ടൊന്ന് വരാൻ പറഞ്ഞു. ടെറസില് ഔസേപ്പച്ചനും ആൽബർട്ടും അവത് കുടിച്ചാനും എല്ലാവരും ഉണ്ടായിരുന്നു. 5 കസേരയും ഒരു ടീപ്പോയും ബൗളിയ ഐസ് ക്യൂബുകളും സോഡയും വെള്ളവും ഗ്ലാസും അങ്ങനെ സർവ്വ സാധനങ്ങളും. ഒരു പ്ലേറ്റില് പൊരിച്ച കോഴിയും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും റോബർട്ടും കൂടെ അങ്ങോട്ട് കയറി വന്നു. അതെ, നല്ല ഉഗ്രം നാടൻ കോഴിയാ പൊരിച്ചോണ്ടേ വെച്ചിരിക്കുന്നേ. പക്ഷെ പല്ലിന് നല്ല ബലം വേണം കേട്ടോ. നാടൻ കോഴിക്ക് ഇച്ചിരി ഫൈബർ കൂടാല. റോബർട്ടാണെന്ന് പറഞ്ഞത്. ഔസേപ്പച്ചനാണ് ഗ്ലാസുകളിലേക്കൊക്കെ മദ്യം പറഞ്ഞേ. ആദ്യത്തെ പേക്ക് അത് കുടിച്ചതിന് കൊടുത്തു. മൂത്തോർക്ക് വേണമല്ലോ ആദ്യം കൊടുക്കാനായിട്ട്. അങ്ങനെ അയാൾ ഗ്ലാസ് കയ്യിലെടുത്തപ്പോൾ റോബർട്ട് ഒന്ന് ഓർമ്മിപ്പിച്ചു. അതെ, വാറ്റിച്ചാരായം പോലെ ഒറ്റ മൂന്നിന് തീർക്കല്ലേ അപ്പച്ച, രുചിച്ച് കഴിക്കേണ്ട സാധനമാണെന്നൊരു ചിന്ത വേണം. എടാ, വായിക്ക് രുചി കിട്ടാൻ വേണ്ടി ആരെങ്കിലും കള്ളു കുടിക്കുവോ? തേനും കുടിച്ചാ പോരെ. ഈ സാധനം വയറ്റി ചെന്നല്ലേ നമുക്കൊരു സുഖം കിട്ടത്തുള്ളൂ. അവത് കുടിച്ചാന്റെ പതിവ് ശൈലി തന്നെ ഒറ്റ വലിക്ക് ഗ്ലാസ് കാലിയാക്കി. മറ്റുള്ളവരൊക്കെ കുറേശ്ശെ സിപ്പ് ചെയ്തിങ്ങനെ ആസ്വദിച്ചാണ് കുടിക്കുന്നത്. അപ്പോഴേക്കും ഔസേപ്പച്ചന്റെ വക ഒരു ചോദ്യം. അല്ല, ലാലിച്ചായ നാളെ എപ്പോഴാ പോണേ? രാവിലെ. അല്ല, അലീനയെ നാളെ തന്നെ കൊണ്ടുപോകണോ? അപ്പോഴേക്കും സ്റ്റാൻലി ഒരു അന്താളിപ്പോട് കൂടിയിട്ട് നോക്കി. എന്നിട്ട് ചോദിച്ചു, അതെന്താടാ അങ്ങനെ ഒരു ചോദ്യം? അല്ല, അവളെ ഞാനേ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം. കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ. പത്തനാപുരത്തോട്ട് ഇവിടുന്ന് വലിയ ദൂരമൊന്നും ഇല്ലല്ലോ. സ്റ്റാൻലി ഔസേപ്പച്ചൻ ഇങ്ങനെ തുറച്ചു നോക്കുക. എന്റെ ദൈവമേ, അലീനയെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കിയ ആൾക്കാരാ. അത് മാത്രമല്ല, അലീന ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിട്ട് കഴിഞ്ഞപ്പോ ആർക്കോട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. സ്വന്തം തറവാട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിട്ട് കഴിഞ്ഞപ്പം സ്റ്റാൻലിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അലീനയുടെ നിർബന്ധം കാരണമാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വിട്ടത് പോലും. ഒരുപക്ഷെ തന്റെ അനുജന്മാരെ അവളോട് എങ്ങനെ പെരുമാറുന്നത് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അലീനയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ആദ്യം വന്ന സമയത്തൊന്ന് കേറിയിരിക്കാൻ പോലും പറയാത്തവനായി റോബർട്ടൊക്കെ. പക്ഷെ ഇപ്പോഴ് തന്റെ അനുജന്മാരൊക്കെ ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ടാണ് തന്നോട് പോലും സംസാരിക്കുന്നത്. അത് വല്ലാത്തൊരു ഒരാചാര്യം സ്റ്റാൻലിയിലുണ്ടാക്കി. അങ്ങനെ ഇത്തിരി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഔസേപ്പച്ചനെ നോക്കി. അല്ല, എന്താടാ നിനക്കിപ്പോ അവളെ കൊണ്ടുപോകണമെന്ന്? അല്ല, ഞാനെന്ന് ചോദിച്ചെന്നുള്ളൂ. അതെ, ഔസേപ്പച്ചന്റെ അടുത്ത് അലീനയെ വിടുന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിലോട്ട് വിടണം. ആൽബർട്ട് അപ്പത്തേനും ഡിമാൻഡ് ചെയ്തു. എനിക്കാണെങ്കിൽ പെൺമക്കളില്ല. റോണിക്ക് ശോഭിക്കും ഇപ്പോഴാ ഒരു ചേച്ചിയെ കിട്ടിയത്. എടാ, നീയൊക്കെ അല്ലടാ അവളെ കൊടുത്തപ്പോഴേ വീട്ടിൽ പോയി താമസിപ്പിക്കാൻ പാടില്ലെന്നും പറഞ്ഞ് അപ്പച്ചനെ കുത്തി ഇളക്കി വിട്ടത്. സ്റ്റാൻലിക്ക് ദേഷ്യമൊന്നും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സ്റ്റാൻലിയുടെ മനസ്സിലേക്ക് ആ കാര്യങ്ങളൊക്കെ കടന്നു വന്നു. ഞങ്ങൾ കാണാതെ അറിയാതെയും വല്ലത് പറഞ്ഞെന്ന് വെച്ച് ലാലിച്ചാൻ ഇങ്ങനെ ചൂടാവില്ലേ? ഞങ്ങളുടെ സ്ഥാനത്തിൽ ആലിച്ചാനാണെങ്കിലും അങ്ങനെയൊക്കെയോ പറയുണ്ടായിരുന്നുള്ളൂ. ആൽബർട്ടും വിട്ടുകൊടുത്തില്ല.
ഈ വീട്ടിൽ വന്ന ശേഷം അവൾക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിച്ചില്ലല്ലോ. ഞാൻ കുളത്തോപ്പുഴയിൽ നിന്ന് ഇവിടെ കൂട്ടിക്കൊണ്ട് വന്ന അലീന തന്നെയല്ലേ ഇപ്പോഴും. അല്ലെങ്കിലും ഈ ലാലിച്ചാൻ അലീനയുടെ കാര്യത്തിൽ ഇത്ര വലിയ പത്രാസ് കാണിക്കാനൊന്നുമില്ല. ലാലിച്ചാന്റെ വർത്തമാനം കേട്ടാ തോന്നും അലീന ഏതാണ്ട് വലിയ ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്നാണെന്ന്. ലാലിച്ചാന്റെ നല്ല നേരത്തിന് ആരാണ്ട് കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് പോയതല്ലേ. അവസാനിപ്പച്ചനും വിട്ടുകൊടുത്തില്ല. സ്റ്റാലിയൊന്നും മറുപടിയൊന്നും പറഞ്ഞില്ല. റോബർട്ട് വീണ്ടും ഗ്ലാസ്സിലേക്ക് മദ്യം പുറന്നു കൊടുത്തു. ലാലിച്ചാന്റെ മോള് ഞങ്ങളോടൊരു ചോദ്യം ചോദിച്ചു. അവസാനിപ്പച്ചനുള്ള കാര്യം അങ്ങോട്ട് തുറന്നു പറഞ്ഞു. അവളെ ആരാ അനാഥാലയത്തിൽ എത്തിച്ചെന്ന്, അനാഥാലയത്തിൽ ജീവിച്ച അവളുടെ കുറ്റമാണോന്ന്. അല്ല, അങ്ങനെ എന്താടാ ചോദിക്കാൻ കാരണം? വെറുതെ ഒന്നും അലീന അങ്ങനെ ചോദിക്കില്ല. അപ്പോഴേക്ക് സ്റ്റാൻലി ഞെട്ടി ചുളിച്ച തന്റെ അനുജന്മാരെ നോക്കിക്കാണ്ടാ ചോദിച്ചേ. ഇവിടെ എന്തേലും ഒരു പ്രശ്നം ഉണ്ടായി കാണും, അല്ലാതെ ഒരിക്കലും അവൾ അങ്ങനെ ചോദിക്കില്ല. അത് മാത്രല്ല, ഇവിടെ വന്നതിന് ശേഷം ഇവരുടെയൊക്കെ പെരുമാറ്റം അതും സ്റ്റാൻലി ഒന്ന് അമ്പരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാരും കടിച്ചു കയറാൻ പാത്തു നിന്ന. പക്ഷെ 2 ദിവസം താൻ ഇവിടെ നിന്ന് മാറി നിന്നിട്ട് തിരികെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും എല്ലാവരുടെ സ്വഭാവത്തിൽ വല്ലാത്തൊരു മാറ്റം. അപ്പോഴേക്കും അവസാനിപ്പച്ചൻ കുറ്റം ഏറ്റെടുത്തു. അതെ, എനിക്കൊരു തെറ്റ് പറ്റിയതാ. അവൾക്ക് ഈ വീടിന് കാലുകുത്താനോ ഇവിടുത്തെ ഊടുമേശയിലിരുന്ന് ഭക്ഷണം കഴിക്കാനോ യോഗ്യതയില്ലെന്ന് ഞാനൊന്ന് പറഞ്ഞുപോയി. അപ്പോഴേക്കും സ്റ്റാലിയുടെ നെറ്റിയൊക്കെ ചുളിഞ്ഞു. എന്റെ മോളുടെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞു നീയ. സ്റ്റാലിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല. ലാലിച്ചാൻ ഇനി അതിന്റെ പേര് ദേഷ്യപ്പെടണ്ട. അടുക്കളയിൽ പോയിരുന്ന് ഭക്ഷണം കഴിച്ച അവളെ ഞാൻ തന്നെ കയ്യെ പിടിച്ചെഴുന്നേൽപ്പിച്ചു കൊടുന്ന് ഊണുമേശയിലിരുത്തി. എന്താണെങ്കിലും അവസായപ്പച്ചനെ ഉള്ള കാര്യം അങ്ങ് തുറന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന അതൊന്നും അല്ലെന്നേ. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പെങ്കുച്ചിനെ അനാഥാലയത്തിൽ കൊണ്ടുവന്ന് തള്ളിയിട്ടത്. അവസായപ്പച്ചൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചേ. എടാ, അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അവൾ അനുഭവിച്ചൊന്നും മായ്ച്ചു കളയാൻ പറ്റില്ലല്ലോ. ഓർക്കുമ്പോ കുറച്ച് ദണ്ഡമുണ്ട് ലാലിച്ചായ. 23 വർഷം എന്നൊക്കെ പറഞ്ഞ് ചില്ലറയാണോ? അത്രയും കാലം നമ്മുടെ അമ്മച്ചി ഒരനാഥാലയത്തിൽ കിടന്ന പോലെ തോന്നുക. അതെല്ലാം കഴിഞ്ഞില്ലേ വിട്ടുകളാം. എന്തിനാ വിട്ടുകളയണേ? നമ്മുടെ കൊച്ചിനെ കൊണ്ടുപോയി ഓർഫനേജിൽ തള്ളിയവൻ ആരാണെന്ന് അറിയണ്ടേ? അവനൊരു കൊലച്ചതി ചെയ്തവനോട് അങ്ങനെ ഒരു കൊലച്ചതി ചെയ്തവനോട് ക്ഷമിക്കാൻ നമുക്ക് പറ്റുമോ? അവനെ കണ്ടുപിടിക്കണ്ടേ? അതെ, ഇനി ആരും അന്വേഷിക്കാനും പോണ്ട, കണ്ടുപിടിക്കാനൊന്നും പോണ്ട. അവളെ ഉപദ്രവിക്കാതിരുന്നാ മാത്രം മതി. അത് ലാലിച്ചായ, നമുക്ക് അവളുടെ കല്യാണം നടത്തി വിടണം. നല്ല 1-ാം തരം കല്യാണം. നല്ല 1-ാം ക്ലാസ്സിൽ ചെറുക്കന്മാരെ കണ്ടുപിടിക്കുന്ന കാര്യം ഞങ്ങളേറ്റു. ഏത് വേണമെന്ന് ലാലിച്ചാനും അലീനയും കൂടി സെലക്ട് ചെയ്ത് തന്നാ മതി. ആൽബർട്ടാണ് പറഞ്ഞ് അവർക്കെല്ലാം അലീനയെ ഭയങ്കര കാര്യമായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, നിങ്ങളുടെ ആരുടെ സഹായം ഇല്ലെങ്കിൽ ഞാൻ അവളുടെ കല്യാണം ഭംഗിയായിട്ട് അങ്ങ് നടത്തും. സ്റ്റാൻലി വിട്ടുകൊടുത്തില്ല. ഇതാ ലാലിച്ചാന്റെ കുഴപ്പം. മറ്റുള്ളവർക്കൊന്നും യാതൊരു വിലയില്ല. എടാ, നീയൊക്കെ പറയുന്നത് മുഴുവൻ മുഖവിലക്കെടുത്ത ജീവിക്കാൻ പറ്റുമോ? ഒരു നേരം പറയും തള്ളിക്കളയണമെന്ന്, വേറൊരു നേരം പറയും 2 കൈ നീട്ടി സ്വീകരിക്കണമെന്ന്. വ്യക്തമായൊരു കാഴ്ചപ്പാടും തീരുമാനം ഉണ്ടോടാ നിനക്കൊക്കെ? സ്റ്റാലിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ഓ, ഇപ്പൊ ഞങ്ങളുടെ കുഴപ്പം. എന്റെ ലാലിച്ചേയ, മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ തെറ്റുപറ്റും, അത് തിരുത്തും. തീരുമാനം ചിലപ്പം മാറ്റേണ്ടതായിട്ട് വരും. അതില് നമുക്കിപ്പോ അങ്ങനെ എപ്പോഴും അങ്ങനെ ഒരേ ഇതിൽ തന്നെ ഇരിക്കാൻ പറ്റുമോ? നമുക്ക് തെറ്റാ ചെയ്തെന്ന് തോന്നിക്കഴിഞ്ഞിട്ട് നമ്മളത് തിരുത്തില്ലേ? ചുമ്മാ പാറ പോലെ യാതൊരുളക്കം ഇല്ലാതിരുന്ന അത് മനുഷ്യനാകുമോ? ആൽബർട്ടും വിട്ടുകൊടുത്തില്ല. അതെ, ഞാൻ തർക്കത്തിലൊന്നും വന്നല്ല. നിർത്തിന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി അങ്ങോട്ട് പറഞ്ഞു നിർത്തി. സ്റ്റാൻലിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അത്താഴം കഴിക്കാൻ സമയമായെന്ന് ആൻസി ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാരും കൂടെ താഴേക്ക് പോയി. മറ്റുള്ളവരോടൊപ്പം സ്റ്റാലിയും താഴേക്ക് ഇറങ്ങി ചെന്നു. വീടിനുള്ളിൽ തന്നെ ഒരു ഉത്സവ പ്രതീതിയാണെന്ന് സ്റ്റാലിക്ക് തോന്നി. കുട്ടികളുടെ ചിരിയും വിളിയൊച്ചയും ഓട്ടവും ചാട്ടവും ബഹളവും. അലീനയുടെ പേര് ചൊല്ലി ആരൊക്കെയോ വിളിക്കുന്നുണ്ട്. എല്ലാത്തരത്തും അവളുടെ സാന്നിധ്യമുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും അവളുടെ സഹായം ആവശ്യമുണ്ട്. ഏറ്റവും അധികം ആ വീട്ടിൽ ഏറ്റവും അധികം ഉച്ചരിക്കപ്പെടുന്ന പേര് തന്റെ മകളുടെ പേരാന്ന് സ്റ്റാലിക്ക് മനസ്സിലായി. ഔസേപ്പച്ചനും ആൽബർട്ടും റോബർട്ടും ഒക്കെ തന്റെ സ്വന്തം മക്കളോട് എന്ന പോലെയാണ് അധികാരവും വാത്സല്യത്തിലോട് അലീനയോട് പെരുമാറുന്നതെന്ന് മനസ്സിലായി. അവരുടെ ഭാര്യമാരൊക്കെ ആണെങ്കിലോ സ്നേഹത്തോടെ സന്തോഷത്തോടും കൂടിയിട്ടാണ് അവളോട് ഇടപഴകുന്നതൊക്കെ. വ്യാഴാഴ്ച താൻ അലീനയെ വീട്ടിൽ കൊണ്ടിട്ട് പോകുമ്പോ ഇതൊന്നും ആയിരുന്നില്ല. കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ ഇവിടെ എന്ത് അത്ഭുതം സംഭവിച്ചെന്ന് സ്റ്റാലിക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. ഊണുമേശയൊക്കെ വിഭവസമൃദ്ധമായിരുന്നു. അത്താഴത്തിന് ശേഷം സ്ത്രീകളും കുട്ടികളും അലീന കിടക്കുന്ന മുറിയിൽ ഒത്തുകൂടി. സ്റ്റാൻലി ആണെങ്കിൽ ഒരു സിഗരറ്റൊക്കെ പുകച്ചുകൊണ്ട് മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു.
കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാലിൻ നോക്കി കഴിഞ്ഞപ്പോ അകത്തുനിന്ന് കുട്ടികളുടെ ശബ്ദവും ഒച്ചപ്പാടും ചിരിയും എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അലീന ചേച്ചി പാട്ട് പാടാതെ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ ആവശ്യപ്പെടുന്നത് കേട്ടു. അകത്തുനിന്ന് പാട്ട് ഇറങ്ങിയപ്പോ സ്റ്റാലിൻ മെല്ലെ വീടിനുള്ളിലേക്ക് കയറി. സ്റ്റാലിലേക്ക് അത്ര സിനിമയും പാട്ടൊന്നും അത്ര പിടുത്തമുള്ള കാര്യമൊന്നുമില്ല. എങ്കിലും അലീനയാണ് പാടുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവളുടെ മുഖം കാണാനായിട്ട് ഒരു തോന്നി, കൗതുകം തോന്നി. അങ്ങനെ സ്റ്റാലിൻ വാതിലിനപ്പുറത്ത് നോക്കി. നിരത്ത് വിരിച്ച ബെഡുകളിലെ കുട്ടികളോടൊപ്പം വത്സമയം ഷിജു ആൻസി എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു. അലീന ചുവരിലേക്ക് ചാരി ഇരിക്കണം. അവളുടെ നീട്ടിവെച്ച കാലുകൾക്ക് മേലെ തല വെച്ച് കിടക്കുകയാണ് ദിയാമോളും ജോൺ ബോളും. അവളുടെ ഇടതും വലുതും ദേഹത്തേക്ക് ചാരി ഇരുന്ന് സാന്ദ്രയും ഷെറിനും ഒക്കെ. അനാഥ ശിശുക്കളെ കുറിച്ചുള്ളൊരു ഗാനമാണ് അലീന പാടിക്കൊണ്ടിരുന്നത്. ഒരു പക്ഷേങ്കില് ഭൂമിയിലെ മനുഷ്യരുടെ സ്നേഹവും കാരുണ്യവും അളക്കുവാന് സ്വർഗത്തിൽ നിന്ന് ദൈവം അയക്കുന്ന ദൈവദൂതന്മാരാണ് അനാഥ ശിശുക്കളായ ജന്മം എടുക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊരു പാട്ടും കാര്യങ്ങളും ഒക്കെ, അനാഥ കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ. അതൊക്കെയായിരുന്നു ആ പാട്ടിന്റെ ഉള്ളടക്കം. അലീന പാടി നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും ഷെറിന്റെ കവളത്തൂടി ഒരു കണ്ണീർ തുള്ളി ഒലിച്ചു വന്ന് അത് താഴേക്ക് വീണു. അതൊക്കെ സ്റ്റാൻലി എങ്ങനെ ശ്രദ്ധിച്ചു? ഇതൊന്നും പതിവില്ലാത്ത കാര്യങ്ങളാണ്. സ്റ്റാൻലി സാവധാനം പിന്തിരിഞ്ഞ് നടന്നു. സ്റ്റാൻലിയുടെ മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയാൾക്ക് കിടക്കാനുള്ള മുറി ആൽബർട്ട് ആൻസിയും കൂടെയാണ് നേരത്തെ ശരിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുട്ടികളൊക്കെ ഉറക്കം തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഓരോരുത്തരായിട്ട് അവിടെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. കുറച്ച് സമയം കൂടെ വത്സമയം ഷിജിയും അലീന എല്ലാവരും സംസാരിച്ചിരുന്നു. അങ്ങനെ ഒടുവില ഷെറിനും അലീനയും മാത്രം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അലീന ഒടുവിൽ ഷെറിനെയും പിടിച്ചുകൊണ്ടുപോയി അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവളെ ബെഡിലിരുത്തിയിട്ട് ഒപ്പം ഇരുന്നു. അവളുടെ കൈത്തലോ മടിയിലെടുത്ത് വെച്ച് തല ഓടിക്കൊണ്ടിരുന്നിട്ട് ചോദിച്ചു, എന്തിനാ ഞാൻ ആ പാട്ട് പാടിയപ്പം ഷെർണാന്റെ എന്തിനാ കരഞ്ഞത്? ഞാൻ കരഞ്ഞൊന്നും ഇല്ലല്ലോ. കണ്ണീന്ന് കണ്ണീര് വന്നു. ഞാൻ കണ്ടല്ലോ. എനിക്കറിയില്ല. എങ്കിലും എനിക്കറിയാം. അതേ ഷെർണാന്റിക്ക് ഒരു മോളുണ്ടായിരുന്നില്ലേ? പെട്ടെന്ന് ഷെറിന്റെ മുഖമൊക്കെ ആകെപ്പാടെ വല്ലാതായി. ഇല്ല, അവൾ നിഷേധിച്ചോണ്ട് അത് പറയണേ. എന്നിട്ട് ഞാനിവിടെ വന്ന ദിവസം ഒരു മോളുടെ കാര്യം പറയുന്ന കേട്ടല്ലോ. എനിക്ക് എന്റെ മോളെ വേണമെന്ന് വല്യപ്പച്ചനോടൊക്കെ. അത് പിന്നെ ഓർമ്മ തെറ്റുകൊണ്ട് പറയുന്ന. മരുന്ന് കഴിക്കാതിരിക്കുമ്പോ ഉള്ളതും ഇല്ലാത്ത കാര്യങ്ങളെല്ലാം ചിലപ്പോ ഉണ്ടെന്ന് തോന്നും. അലീന അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. അവളുടെ കണ്ണുകളിൽ ഒരുമാതിരി വല്ലാത്തൊരു ഭാവമാണെന്ന് മനസ്സിലായി. അതെ, എറണാകുളത്ത് തമ്മന റെയിൽവേ ഗേറ്റിന് സമയം താമസിക്കുന്ന മാമച്ചനങ്ങളുടെ റാണിയാന്റിക്ക് അറിയാവുന്ന ഒരു ചോദ്യമായിരുന്നു. ഷെറിൻ കുറെ സമയം തല താഴ്ത്തിയിരുന്നു. അല്ല, ഗ്രേസമ്മാന്റെ അറിയാവോ? ഇല്ലെന്ന് അവള് തല വെട്ടിച്ചു. അവർക്കൊരു മകനുണ്ടായിരുന്നു, ജിജോ. അല്ല, ഷെറിനാന്റിക്ക് അറിയത്തേ ഇല്ല. ശ്വാസം വലിഞ്ഞതുപോലെ ഷെറിന്റെ തൊണ്ടയിൽ നിന്ന് ഒരു ശ്വാസം വന്ന് തിടുക്കത്തിലാണ് ഇല്ലാന്ന് തലയാട്ടിയത്. ഷെറിൻ എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയുമായി ജിജോ മൻ സ്നേഹത്തിലായിരുന്നു. അവർ തമ്മിലുള്ള വിവാഹം നടത്താൻ രണ്ടു വീട്ടുകാരും ചേർന്ന് ആലോചിച്ചു. പക്ഷെ അതിനിടയില് ജിജോ ഒരു ബൈക്ക് ആക്സിഡന്റ് മരിച്ചു. ഒരു നിമിഷം അലീന നിർത്തി. താൻ പിടിച്ചിരുന്ന ഷെറിന്റെ കൈ മുറുകുന്ന അവൾ അറിഞ്ഞു. വല്ലാതെ ഒരു ബുദ്ധിമുട്ട് ഷെറിന്റെ മുഖത്ത് കാണുന്നുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും അലീന സംസാരം തുടർന്നു. അതെ, ഞാൻ ഈ പറഞ്ഞ ഷെറിന് ആ സമയം ഗർഭിണിയായിരുന്നു. അലീന വീണ്ടും തുടർന്നു. പിന്നീട് 5 വർഷത്തോളം ആ പെൺകുട്ടിയെ പറ്റി എറണാകുളത്തെ മാമച്ചനങ്ങളിനോ ഗ്രേസമ്മാന്റിക്ക് ഒന്നും അറിയത്തുണ്ടായിരുന്നില്ല. എന്നാല് കഴിഞ്ഞ വർഷം അവർക്ക് ചില വിവരങ്ങളൊക്കെ കിട്ടി. അവരുടെ മകന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന ഷെറിന് വീട്ടുകാരുടെ എല്ലാ എതിർപ്പുകളും നേരിട്ടുകൊണ്ട് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചെന്ന്. അതിനെ ഏതോ ഓർഫനേജിന് ദാനം ചെയ്തുകൊണ്ട് ഷെറിന്റെ വീട്ടുകാർ തൽക്കാലം അവരുടെ മാനം കാത്തുന്നു. എങ്കിലും വല്ലപ്പോഴും ഓർഫനേജ് എന്ന ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണാനുള്ള അനുവാദം വീട്ടുകാർ ഷെറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 വർഷത്തിന് ശേഷം മൂവാറ്റുപുഴക്കാരനായ ടോണി എന്ന ചെറുപ്പക്കാരൻ ഷെറിനെ വിവാഹം കഴിച്ചു. അയാൾ അവളെ തന്റെ ജോലി സ്ഥലമായ കുവൈറ്റിലേക്ക് കൊണ്ടുപോയി. 1.5 വർഷത്തോളം വളരെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിച്ചു. ഇടയ്ക്ക് നാട്ടിൽ വന്നു ചേർന്ന ഷെറിൻ തന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഓർഫനേജിൽ ഓടിയെത്തി. പക്ഷെ അപ്പോഴേക്കും അതിനെ ആരോ ദത്തെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. കുഞ്ഞിനെ കാണാതെ അതിന്റെ പിന്നില് എന്തൊക്കെയോ തിരിമറ നടക്കുന്നുണ്ടെന്ന് സംശയിച്ച ഷെറിന് കുവൈറ്റിലേക്ക് മടങ്ങി പോകാൻ മടിച്ചു. ഒടുവിൽ ഭർത്താവ് വന്ന് ഷെറിനെ കൂട്ടിക്കൊണ്ടുപോയി. തന്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ അതോ ആരെങ്കിലും അതിനെ അപായപ്പെടുത്തിയോ തട്ടിക്കൊണ്ടുപോയോ എന്നറിയാതെ ഷെറിന് ഊണും ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടു. ക്രമേണ അവളുടെ മാനസിക നിലയും തെറ്റി. ഷെറിന്റെ മുഖത്ത് വന്ന ഭാവങ്ങളൊക്കെ അലീനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ചെന്നിയിലെ ഞരമ്പുകളൊക്കെ പിടിച്ചു. കഴുത്തിലെ പേശികളൊക്കെ വലിഞ്ഞു മുറുകി. അവൾ കുറേശ്ശെ കിതയ്ക്കുവാനായിട്ട് തുടങ്ങി. ഷെറിന്റെ ഭർത്താവ് കുവൈറ്റിൽ നിന്ന് അവളെയും കൊണ്ട് നാട്ടിലെത്തി.
ഷെറിന്റെ വീട്ടുകാരുടെ സത്യം പറയാൻ അയാൾ ആവശ്യപ്പെട്ടു. ഒടുവിൽ വീട്ടുകാർക്കെല്ലാം തുറന്നു പറയേണ്ടതായിട്ട് വന്നു. തന്റെ ഭാര്യ വിവാഹത്തിന് മുമ്പ് ഒരു കുട്ടിയെ പ്രസവിച്ചവളാണെന്നറിഞ്ഞ് തകർന്നു പോയ ആ മനുഷ്യൻ പിന്നീട് ഒരിക്കലും ഷെറിനെ കാണാൻ വന്നിട്ടില്ല. ആദ്യം സ്നേഹിച്ച പുരുഷനെ നഷ്ടപ്പെട്ട്, അവൻ നൽകിയ കുഞ്ഞിനെ നഷ്ടപ്പെട്ട്, പിന്നെ ഭർത്താവിന്റെ സ്നേഹം നഷ്ടപ്പെട്ട്, ഭർത്താവിനെ നഷ്ടപ്പെട്ട്, സ്വന്തം ജീവിതം നഷ്ടപ്പെട്ട് ആ ഷെറിൻ ഇന്ന് ഒരു തടവുകാരിയെ പോലെ ആർക്കും വേണ്ടാതെ ജീവിക്കുന്നു. അലീന മറ്റാരുടെ കഥയെന്ന പോലെയാണിത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇല്ല, ഷെറിൻ ചീറി ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അക്രമാസക്തിയെ, ആര് പറഞ്ഞു നിന്നോട് ഈ കള്ളക്കഥ? അലീനയുടെ ഇരു തോളിലും പഠിച്ചോണ്ടിരിക്കുന്നത്. ആര് പറഞ്ഞു? ആരാണ് നീന്നും പറഞ്ഞുകൊണ്ട് അലീനയുടെ മുടിയൊക്കെ പിടിച്ചു വലിച്ചു. കഴുത്തിൽ ഞെക്കി പിടിച്ച് അവളുടെ മുഖമിട്ടലിച്ചു. അലീന മെല്ലെ അവളുടെ പുറത്തുകൂടി കൈയിട്ട് ഷെറിനെ ഒന്ന് ചേർത്ത് പിടിച്ചു. ഷെറിൻ കുതിര മാറാനൊക്കെ ശ്രമിച്ചു. അതെ, സാരമില്ല കേട്ടോ, അലീനെ ആശ്വസിപ്പിച്ചു. ഞാൻ പറഞ്ഞു വേറൊരു ഷെറിന്റെ കഥയാട്ടോ, വേറൊരു പാമ്പം പെണ്ണിന്റെ കഥയാ, എല്ലാം നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ കഥ. ഒടുവിലെ ഷെറിനൊരു കുഞ്ഞിനെ പോലെ അലീന കരവലയത്തിനുള്ളിൽ ഒതുങ്ങി. അവളുടെ ശരീരം നന്നായിട്ട് വിറയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അലീന അവളെ ഒന്നുകൂടി തന്നെ ദേഹത്തേക്ക് അമർത്തി പിടിച്ചു. അവളുടെ മുഖം തോളത്തേക്ക് അണിച്ച് ചുമലിലും മുടിയിലും ഒക്കെ തലോടിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നു. ഒടുവില് അലീന അവളെ പതുക്കെ കിടക്കയിലേക്ക് കൊണ്ട് കിടത്തി. ഷെറിൻ പാടി തളർന്ന പോലെ കിടക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോ ശരിക്കും അലീനയ്ക്ക് സങ്കടം വന്നു. അലീന മുഖം കുണിച്ച് അവളുടെ നിറയിലൊന്ന് ഉമ്മ വെച്ചു. അതെ, വിഷമിക്കണ്ട കേട്ടോ, ആര് വിളിന്ന് വിചാരിക്കുകയും വേണ്ട, ഞാനുണ്ടല്ലോ കൂട്ടിന്, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഷെറിന്റെ കണ്ണീര് വന്ന് അങ്ങനെ നിറയുന്ന അലീന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അലീനയ്ക്ക് വല്ലാത്തൊരു സങ്കടമായിപ്പോയി. അലീന കണ്ണീരൊക്കെ തുടച്ചു കൊടുത്ത് ഷെറിന് ഉറങ്ങുന്നോടം വരെ അവിടെ കാത്തിരുന്നു. അതിനുശേഷമാണ് മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോരുന്നത്. അലീനയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഷെറിന് അനുഭവിക്കുന്ന വേദന എന്തെന്ന് അലീനയ്ക്ക് അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മയുടെ വേദന, കുഞ്ഞ് എവിടെയെന്ന് അറിയത്തില്ലാതെ വേദന അനുഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതായിരിക്കും ഷെറിൻ ആന്റിയുടെ മാനസിക വിഭ്രാന്തിക്ക് കാരണം എന്ന് അലീന തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.